ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ എന്തായാലും വർഷ ആ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ കേട്ടോ അവളോട് സംസാരിക്കുകയും അവളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം തന്നെ ആ ഒരു കാര്യം അഞ്ജുവിനോട് ചെന്ന് പറയുന്നുണ്ട് കേട്ടോ. അഞ്ജു പറയുന്നുണ്ട് അവളുടെ പേര് തൻ്റെ അനിയത്തിയുടെ പേരായതുകൊണ്ട് തന്നെ അവളോട് വലിയ സെൻറ്റിമെൻറ്റ്സ് ഒന്നും വേണ്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊന്നും തലയിൽ കയറ്റി വെക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വിവേകിനെയും എല്ലാവരും കൂടിയും അതുപോലെ അഞ്ജു നമ്മുടെ അവിയൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ വിവേകത്തെ ഒരു ആഗ്രഹം പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് വർഷയും കൊണ്ട് ഒരു നൈറ്റ് ഡ്രൈവിന് പോകണം എന്നുള്ളത്. അതിനിപ്പോൾ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് പൊയ്ക്കൂടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഭി പറയുന്നുണ്ട് എന്നാൽ ഞങ്ങളുടെ കൊച്ചിനെയും കൊണ്ട് താൻ പൊയ്ക്കോളാന്ന് പറഞ്ഞിട്ട് അവളെ അങ്ങ് ഉന്തി വിടുന്നുണ്ട് കേട്ടോ നമ്മുടെ വിവേകിൻ്റെ അടുത്തേക്ക്. അതിനുശേഷം തന്നെ അവർ പോകാനായിട്ട് റെഡിയായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഈ റൊമാൻറ്റിക് ആയിട്ട് നിമിഷങ്ങളിൽ ഒരു കാര്യം കൂടിയുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു വാനനക്ഷത്രം പോലെ ആ ശ്രീനാഥ് ഇടയിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പേരും പറഞ്ഞിട്ടാണ് വർഷ തൻ്റെ കൂടെ എപ്പോഴും വരാത്ത വിവേകേട്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വർഷ തന്നെ അഭിയോട് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അഭിയാണെങ്കിലോ വർഷയുടെ മനസ്സറിയാൻ വേണ്ടി ശ്രീനാഥിനെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേനും ശ്രീയേട്ടനെ അങ്ങനെയൊന്നും എനിക്ക് മറക്കാൻ സാധിക്കില്ല, ഇപ്പോഴും ശ്രീയേട്ടൻ എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന അഭി ആകെ ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും വർഷയ്ക്ക് ശ്രീയെ മറക്കാൻ സാധിച്ചിട്ടില്ല. അയാൾ തിരിച്ചു വരുന്ന പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ്. പിന്നീടാണെങ്കിലോ വസുന്ധരയാണെങ്കിലോ ആ ഒരു വീഡിയോ കാണുന്നുണ്ട്. അതായത് അപ്പോൾ വർഷയോട് വിവേക് സംസാരിക്കുന്നതൊക്കെ ആ മല്ലിക എടുത്തിട്ടുണ്ടല്ലോ വീഡിയോ, അതെടുത്ത് കാണുന്നുണ്ട് കേട്ടോ. വസുന്ധരയ്ക്ക് ഒട്ടും ദഹിക്കുന്നില്ല. ഇനി ഇഷ്യൂ ആയിരിക്കും എല്ലാവരും ഉണ്ടാവുക. ഇത്രയും കാണിച്ചുകൊണ്ട് തന്നെ ബ്രഹ്മ കഴിയുന്നത്.